ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 40,000 രൂപയുടെ ബഡ്ജറ്റിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഗെയിമിംഗ് പ്ലസ് സ്ട്രീമിംഗ് പി സി ആണ്. അപ്പോൾ സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ ഹൈ ലെവൽ സ്ട്രീമിംഗ് എന്നല്ല, ഒരു മിഡ് ടു ലൈറ്റ് ലെവൽ സ്ട്രീമിംഗ് പി സി ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് വളരെ ഒരു ടൈറ്റ് ബഡ്ജറ്റിൽ നമുക്ക് ഇപ്പോഴത്തെ ടൈമിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഗെയിമിംഗ് പി സി ആണ്. സോ എന്ത് തന്നെയായാലും നമുക്ക് നമ്മളെ പി സി മുന്നോട്ട് പോകും. അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ i3 10th ജനറേഷൻ പ്രൊസസ്സറാണ്. 10105F എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. നമുക്കിതിനകത്ത് ഈ ഒരു പ്രൊസസ്സറിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 4 കോർ 8 ത്രെഡാണ് വരുന്നത്. അതുപോലെ തന്നെ ബേസ് ക്ലോക്ക് വരുന്നത് 3.70 GHz, ടെർബോ ബൂസ്റ്റ് ക്ലോക്ക് വരുന്നത് 4.40 GHz ആണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറിനകത്ത് നമുക്ക് ഇൻബിൽഡ് ഗ്രാഫിക്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗ്രാഫിക്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ കിട്ടത്തുള്ളൂ. സോ അടുത്ത് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്ന അസ്യൂസിൻ്റെ പ്രൈം H510A വൈഫൈ എന്ന് പറയുന്നൊരു മദർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് 11th ജനറേഷനും 10th ജനറേഷനും സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മദർ ബോർഡിനകത്ത് ഇൻബിൽഡ് വൈഫൈ വരുന്നുണ്ട്, M.2 NVMe സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു M.2 NVMe സ്ലോട്ടിന് ഹീറ്റ് സിങ്കും വരുന്നുണ്ട്. അപ്പോൾ 2 RAM സ്ലോട്ട് മാത്രമേ ഈ ഒരു മദർ ബോർഡിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഗിഗാബൈറ്റിൻ്റെ മദർ ബോർഡിലൊക്കെ വരുന്ന പോലെ തന്നെ RGB ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പോലെ അസ്യൂസിൻ്റെ മദർ ബോർഡിലും ഓറ സിങ്ക് എന്ന് പറയുന്ന ഒരു RGB സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. അതായത് നമ്മൾ RGB ഫാൻസും ലിക്വിഡ് കൂളറിൽ വരുന്ന RGB, അതുപോലെ തന്നെ RGB സ്ട്രിപ്സൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് മദർ ബോർഡ് ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അടുത്ത നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന റാം എന്ന് പറയുന്നത് A-Dataയുടെ XPG GAMXൻ്റെ റാം തന്നെയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിലും ഈ ഒരു A-Dataയുടെ റാമാണ് യൂസ് ചെയ്യുന്നത്. കാര്യം വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ തന്നെ ഒരു ടൈറ്റ് ബഡ്ജറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന RGB ഇല്ലാതെ ഹീറ്റ് സിങ്ക് അത്യാവശ്യം നല്ല വാറണ്ടി സർവീസൊക്കെ ഉള്ളൊരു റാം തന്നെയാണ് A-Dataയുടെ റാം. അപ്പോൾ 8GB DDR4 3200 MHz റാമാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈറ്റ് ബഡ്ജറ്റ് ആയതുകൊണ്ട് സിംഗിൾ സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 16GB പോകാൻ പറ്റില്ല. 8GB തന്നെ നമുക്കിവിടെ സഫീഷ്യൻ്റ് ആയിരിക്കും. സോ അടുത്ത നമ്മളിവിടെ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത് WDW എന്ന് പറയുന്ന SN550 512GB NVMe ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു NVMeയുടെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 2400 1750 ആണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് 512GB NVMe വരെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹാർഡ് ഡിസ്ക് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ബഡ്ജറ്റ് ഇനിയും കൂടുന്നതായിരിക്കും. സോ അടുത്ത് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് 550 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. അപ്പോൾ 550 വാട്ടെങ്കിലും മിനിമം നമുക്ക് എടുത്തേ പറ്റുള്ളൂ. 450 വാട്ടൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഇതിനകത്ത് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലും മിനിമം ഒരു 550 വാട്ടിൻ്റെ പവർ സപ്ലൈ എങ്കിലും വേണം. അതും 80+ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. സോ അടുത്ത് നമ്മൾ ഈ ഒരു PC ബിൽഡിൽ കേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള RGB അല്ലെങ്കിൽ വൈറ്റോ ബ്ലാക്കോ ഒക്കെ വരുന്ന കേസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു 40,000 രൂപയുടെ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ്, അതായത് നമുക്ക് 2400 3000 3500 ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ല ഒരു കിടിലം എയർ ഫ്ലോ ഒക്കെ ഉള്ള RGB കാര്യങ്ങൾ ഫാൻസൊക്കെ വരുന്ന ഒരു കേസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഈ ഒരു PC ബിൽഡിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. കാര്യം നമുക്ക് ഇതിനകത്ത് ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് വേണം. അപ്പോൾ നമുക്കിവിടെ GTX 970 ഗ്രാഫിക്സ് കാർഡ് 4GBയുടെ ഗ്രാഫിക്സ് കാർഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ GTX 970 ഞാൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാര്യം ഇപ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഗ്രാഫിക്സ് കാർഡ്. അല്ലെങ്കിൽ തന്നെ ഡ്രൈവർ സപ്പോർട്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ GTX 970 4GB ഗ്രാഫിക്സ് കാർഡിനെക്കാളും ആ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു 15-18 രൂപയായിരിക്കും സെക്കൻഡ് ഹാൻഡ് GTX 970 ഗ്രാഫിക്സ് കാർഡിന് വരുന്നത്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് 1063GBയുടെ ഗ്രാഫിക്സ് കാർഡാണ്. അതായത് ഈ ഒരു GTX 970യേക്കാളും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആണ് നമുക്ക് ആ ഒരു ഗ്രാഫിക്സ് കാർഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 13 to 15 ആ ഒരു റേഞ്ചിൻ്റെ അകത്താണ് വരുന്നത്. അതുപോലെ നമുക്ക് ഫ്യൂച്ചർ ഡ്രൈവർ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ എൻകോഡർ അല്ലെങ്കിൽ ട്യൂറിംഗ് കിറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ന്യൂ ജനറേഷനാണ്. അതായത് 1060 തന്നെ ഇപ്പോൾ ഒരുപാട് പഴയതായിട്ടുണ്ട്. അപ്പോൾ 970 ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാര്യം 970യുടെ TDPയും ക്ലോക്കും അതായത് ബേസ് മെമ്മറി ക്ലോക്കും വളരെ കുറവാണ് 1060 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. TDP 1060യേക്കാളും കൂടുതലാണ്. അപ്പോൾ കറണ്ട് വലിക്കുന്നതും 970 കൂടുതലായിരിക്കും. GTX 1060 ആണെങ്കിൽ കുറച്ചുകൂടെ പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ബെറ്റർ ഗ്രാഫിക്സ് കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും GTX 1060 തന്നെയാണ് 970യേക്കാളും ബെറ്റർ. അപ്പോൾ എന്ത് തന്നെയാലും നിങ്ങൾക്ക് ആ ഒരു 1060 3GB കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് RX 570 പോവാം. കാര്യം RX 570 എന്തുകൊണ്ടും ഇതിനേക്കാളും ബെറ്റർ ആയ ഒരു ഗ്രാഫിക്സ് കാർഡാണ് 970യേക്കാളും. അപ്പോൾ നിങ്ങൾക്ക് 970 കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 10,000 12,000 അല്ലെങ്കിൽ 10,000-ന് താഴെ കിട്ടുകയാണെങ്കിലും ഒരു നല്ലൊരു ഓഫറാണ്. പക്ഷേ 15-ന് മുകളിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് എടുക്കില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഷോപ്പുകളിലും ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് സെക്കൻഡ് ഹാൻഡ് വരുന്നുണ്ട്. പക്ഷേ വിത്തിൻ വാറണ്ടി ഉള്ള ഗ്രാഫിക്സ് കാർഡേ
നിങ്ങൾ എടുക്കാവുള്ളൂ. അതായത് മിക്ക ഷോപ്പുകളിലും സെക്കൻഡ് ഹാൻഡ് ഗ്രാഫിക്സ് കാർഡിന് അവർ ചെറിയ രീതിക്കുള്ള വാറണ്ടി കൊടുക്കുന്നുണ്ട്, ചില ഷോപ്പുകളിൽ അവർ കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും വിത്തിൻ വാറണ്ടി ഉള്ള സെക്കൻഡ് ഹാൻഡ് ഗ്രാഫിക്സ് കാർഡ് മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യാവൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് ടോട്ടലി വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും PC ബിൽഡ് സജഷൻസ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരത്തേക്ക്